മൂന്നാമത്തെ യൂണിറ്റ് ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റ്. ഒരു ബിസിനസ്സിൻ്റെ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുറ്റുവട്ടം എന്ന് പറഞ്ഞാൽ ആ ബിസിനസ്സിൻ്റെ ഇൻറ്റേർണലും എക്സ്റ്റേണലും ആയിട്ടുള്ള ആ ബിസിനസ്സിനെ ബാധിക്കുന്ന എല്ലാ ഘടകങ്ങളും, ഒരു ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന എല്ലാ ഘടകങ്ങളെയും ആ ബിസിനസ്സിൻ്റെ എൻവയോൺമെൻറ്റ് എന്ന് പറയാം. അത് ആ രാജ്യത്തെ നിയമങ്ങളായിരിക്കാം, കസ്റ്റമേഴ്സ് ആയിരിക്കാം, പൊതുജനങ്ങളായിരിക്കാം, ബിസിനസ്സിൻ്റെ ഉള്ളിലുള്ള എംപ്ലോയീസ് ആകാം, രാജ്യത്തെ പ്രൈസ് ലെവലാകാം, ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന എല്ലാ ഫാക്ടേഴ്സും ആ ബിസിനസ്സിൻ്റെ എൻവയോൺമെൻറ്റ് എന്ന് പറയാം. ഓക്കെ, ദാറ്റ് ഈസ് ഓൾ ദീസ് ഫാക്ടേഴ്സ് എഫക്ട് ദ വർക്കിംഗ് ഓഫ് എ ബിസിനസ് എൻ്റർപ്രൈസസ്. ഒരു ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഉദാഹരണങ്ങൾ. അതിനാണ് ബിസിനസ്സിൻ്റെ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റ് പറഞ്ഞാൽ നമ്മളെ മാർക്കറ്റിങ്ങിനെ ബാധിക്കുന്ന എല്ലാ ഘടകങ്ങളും, അതാണ് മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റ്. അപ്പോൾ നമ്മളൊരു ബിസിനസ് എൻവയോൺമെൻറ്റ് മനസ്സിലാക്കിയാൽ എന്താണ് ഉപകാരം? എന്താ അവിടെ നമുക്ക് ഐഡൻറ്റിഫൈ ഓപ്പർച്യൂണിറ്റീസ്, നമുക്കുള്ള അവസരങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒരുപക്ഷെ നമ്മുടെ കോമ്പറ്റീറ്റർ അയാളെ പൂട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ പുതിയ ആൾ വരാൻ സാധ്യത, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് നമുക്കുള്ള അവസരങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റും നമ്മുടെ എൻവയോൺമെൻറ്റ് പരിശോധിക്കും. കാരണം നമുക്കവിടെ അവസരങ്ങൾ ഫസ്റ്റ് നമുക്ക് കണ്ടെത്തിയാലേ നമുക്കത് വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ അവസരം നമ്മളെ കോമ്പറ്റീറ്റേഴ്സ് കൊണ്ടുപോകും. ഓക്കെ, നെക്സ്റ്റ് ഐഡൻറ്റിഫൈ ദ ത്രെഡ്സ്. നമ്മളെ ഭീഷണികൾ നേരത്തെ കണ്ടെത്തിയാലേ നമുക്ക് വരാൻ പോകുന്ന ഭീഷണികൾ, ഇപ്പോൾ പ്രൈസ് ഉയരാൻ പോകുന്നു, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നു, കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് മാറാൻ പോകുന്നു, നമ്മുടെ ഭീഷണികൾ ത്രെഡ്സ് നേരത്തെ കണ്ടെത്തിയാൽ നമുക്ക് അതിനനുസരിച്ചുള്ള ചേഞ്ചുകൾ, അതിനെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യാമെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതിൽ പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, നമുക്ക് അവൈലബിളായ റയറായിട്ടുള്ള നമ്മളെ റിസോഴ്സ് കൃത്യമായി യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റിനെ മനസ്സിലാക്കാം. ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിനാവശ്യമുള്ള റിസോഴ്സ് പറഞ്ഞാൽ അതിൻ്റെ ഫണ്ടാവട്ടെ, എംപ്ലോയീസ് ആവട്ടെ, അതിൻ്റെ റോ മെറ്റീരിയൽസ് ആവട്ടെ, ഇതെല്ലാം കിട്ടുന്നത് തൻ്റെ എൻവയോൺമെൻറ്റ്, തൻ്റെ ചുറ്റുവട്ടത്തു നിന്ന് തന്നെയാണ്. തൻ്റെ സപ്ലൈസിൽ നിന്നും, പൊതുജനങ്ങളിൽ നിന്നും, ഇവിടുത്തെ രാജ്യത്തിലെ ബാങ്കിൽ നിന്നും, ഗവൺമെൻറ്റിൽ നിന്നൊക്കെ തന്നെയാണ്. അപ്പോൾ അതിനെ വേണ്ട രൂപത്തിൽ കയ്യിൽ കരസ്ഥമാക്കി വേണ്ട രൂപത്തിൽ യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ എൻവയോൺമെൻറ്റിനെ പറ്റിയിട്ട് നല്ല ബോധേഡായിരിക്കണം. അഡാപ്റ്റബിലിറ്റി, റാപ്പിഡ് ചേഞ്ച്, വളരെ പെട്ടെന്നുണ്ടാകുന്ന ചേഞ്ചിനനുസരിച്ച് നമ്മുടെ ബിസിനസ്സിൽ മാറ്റം വരുത്താൻ. ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിൻ്റെ എൻവയോൺമെൻറ്റ് ഏത് സമയത്തും ചേഞ്ച് ചെയ്യാം. കസ്റ്റമേഴ്സ് ഏത് സമയത്തും മാറ്റം വരാം, അവരുടെ ചിന്തകൾ. അപ്പോൾ റാപ്പിഡ് ചേഞ്ചുകൾ വരുമ്പോൾ അതിനനുസരിച്ച് ബിസിനസ്സിൽ മാറ്റങ്ങൾ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ പൂട്ടിപ്പോണ്ടി വരും. അടുത്ത ആളുകൾ നമ്മളെ കൺസ്യൂമേഴ്സിനെ ക്യാച്ച് ചെയ്ത് പോകും. അപ്പോൾ പെട്ടെന്ന് ചേഞ്ചുകൾക്കനുസരിച്ച് ടെക്നോളജിക്കുള്ള ചേഞ്ച് ആവാം, ജനങ്ങളുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിലുള്ള ചേഞ്ച് ആവാം, രാജ്യത്തിലെ മറ്റെന്തെങ്കിലും നിയമങ്ങൾക്കുള്ള ചേഞ്ച് ആവാം. ആ ചേഞ്ചുകളെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് മാറ്റങ്ങൾ അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എൻവയോൺമെൻറ്റിനെ പറ്റി പഠിക്കണം. ഫ്രെയിമിംഗ് പോളിസീസ് ആൻഡ് സ്ട്രാറ്റജീസ്, നമുക്ക് വേണ്ട പോളിസിയും സ്ട്രാറ്റജി ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റിനെ പറ്റിയിട്ട് പഠിച്ചിട്ടാവണം പോളിസികളൊക്കെ ഉണ്ടാക്കേണ്ടത്. പോളിസി ഉണ്ടാക്കുമ്പോൾ, സ്ട്രാറ്റജി ഉണ്ടാക്കുമ്പോൾ രാജ്യത്തിൻ്റെ നിയമം നോക്കണം, ഒരുപാട് കാര്യങ്ങൾ നോക്കണമല്ലോ. ആൻഡ് ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്, നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച മാർക്കറ്റിംഗ് തന്നെയാണ്. മൈക്രോ എൻവയോൺമെൻറ്റ് ഉണ്ട്, മാക്രോ എൻവയോൺമെൻറ്റ് ഉണ്ട്. അതായത് ഡയറക്റ്റ് ബിസിനസ്സുമായിട്ട് നമ്മുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട എൻവയോൺമെൻറ്റാണ് മൈക്രോ എൻവയോൺമെൻറ്റ് എന്ന് പറയുക. അപ്പോൾ ഡയറക്റ്റ് ബന്ധമില്ലാത്തതിനാണ് എന്ത് പറയുക, അതായത് നമുക്ക് അതിൻ്റെ പ്രവർത്തനങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല, അങ്ങനത്തേനാണ് മാക്രോ എൻവയോൺമെൻറ്റ് എന്ന് പറയുക. മൈക്രോ എൻവയോൺമെൻറ്റ് എന്നാൽ നമ്മുടെ കസ്റ്റമേഴ്സ് നേരിട്ട് നമ്മളെ ബന്ധമുണ്ട്, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ്, നമ്മുടെ സപ്ലൈസ്, വർക്കേഴ്സ്, പബ്ലിക്, ഇതാണ് മൈക്രോ എൻവയോൺമെൻറ്റ്. ഓരോന്നിനെ പറ്റി വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. മാക്രോ എൻവയോൺമെൻറ്റിലാണ് വരിക എക്കണോമിക് എൻവയോൺമെൻറ്റ്, രാജ്യത്തെ സാമ്പത്തിക അവസ്ഥ, പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ എൻവയോൺമെൻറ്റ്, ഇവിടുത്തെ നിയമപരമായ രാഷ്ട്രീയമായിട്ടുള്ള അവസ്ഥകൾ, ഇതൊക്കെ നമ്മളെ ബിസിനസ്സിനെ ബാധിക്കും. സോഷ്യോ ആൻഡ് കൾച്ചറൽ എൻവയോൺമെൻറ്റ്, ജനങ്ങളുടെ കൾച്ചറും സാമൂഹികമായ ചുറ്റുപാടുകളും. ഡെമോഗ്രാഫിക് എൻവയോൺമെൻറ്റ്, രാജ്യത്തിൻ്റെ ഡെമോഗ്രാഫിക് അവസ്ഥകൾ, എന്നാൽ പോപ്പുലേഷൻ, ആ പോപ്പുലേഷൻ്റെ എത്ര സ്ത്രീ പുരുഷ അനുപാതം, അല്ലെങ്കിൽ മതപരമായിട്ടുള്ള വിഷയങ്ങൾ, അങ്ങനെയൊക്കെ ആയിട്ട് ഡെമോഗ്രാഫിക് എൻവയോൺമെൻറ്റ്. ലാസ്റ്റ് ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്, ഇവിടുത്തെ ടെക്നോളജിയുടെ ചേഞ്ചും, ടെക്നോളജിയിലാണ് പുതിയ അപ്ഡേഷൻ, ഓരോ ദിവസം ടെക്നോളജി മാറിക്കൊണ്ടിരിക്കില്ലേ. അപ്പോൾ ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ് ബിസിനസ്സിനെ നന്നായിട്ട് ബാധിക്കും. നമ്മൾ നേരത്തെ ഡെമോഗ്രാഫിക് എൻവയോൺമെൻറ്റ് പറഞ്ഞാൽ സൈസ് ആൻഡ് കോമ്പോസിഷൻ ഓഫ് ദി പോപ്പുലേഷൻ ലിവിങ് ഇൻ എ കൺട്രി, അതാണ് പ്രധാനമായിട്ടും. രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ പോപ്പുലേഷൻ്റെ സൈസ് എത്രത്തോളം ഉണ്ടെന്നും അതിൻ്റെ കോമ്പോസിഷൻ പല നിലക്ക് നമുക്ക് പലതായിട്ട് പറയാം. സെക്ഷലി ആകാം, ഫാമിലി നിലക്ക്, പല നിലക്ക്, എഡ്യൂക്കേഷൻ ലെവലിൽ, വിദ്യാഭ്യാസമുള്ളവർ, വിദ്യാഭ്യാസം കുറഞ്ഞ, അക്ഷരാഭ്യാസം ഇല്ലാത്തവർ, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട്. അതേപോലെ
ഗ്രോത്ത് റേറ്റ് ഓഫ് പോപ്പുലേഷനാണ്, ആളുകളുടെ ഏജ് കോമ്പോസിഷൻ, പല നിലക്കുള്ള ജനങ്ങളുടെ ആ പോപ്പുലേഷൻ്റെ വ്യത്യസ്ത തരത്തിലുള്ള ഡിവിഷനാണ് ഡെമോഗ്രാഫിക് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഇതോടെ ഈ ഒരു യൂണിറ്റ് അവസാനിച്ചു. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച അതേ സെയിം വിഷയം തന്നെയാണ്. അത്രയൊരു പുതിയ പ്രാധാന്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ബിസിനസ് എൻവയോൺമെൻറ്റ് ഏതൊക്കെയെന്ന് വിശദീകരിക്കാൻ പറഞ്ഞാൽ അത് നമുക്ക് മൈക്രോ മാക്രോ രണ്ടും ഡിവൈഡ് ചെയ്തിട്ട് വിശദീകരിച്ചു കൊടുക്കാൻ കഴിയണം. അപ്പോൾ വളരെ സിമ്പിളാക്കി ജസ്റ്റ് ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചതാണ് ഇത് യൂണിറ്റ്. നമുക്കറിയുന്ന കാര്യമാണ്, അധികം സമയം കളയുന്നില്ല. ഇനി ഇതിപ്പോൾ ഷോർട്ട് നോട്ട് നോക്കിയിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. നമ്മുടെ മെയിൻ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അത് വൈഡ് മെറ്റീരിയലാണ്. ഇഗ്നോൻ്റെ മറ്റേത് യൂണിവേഴ്സിറ്റിക്ക് നമുക്ക് കാണാത്ത അത്രയും വിടുത്താണ് ഇഗ്നോൻ്റെ മെറ്റീരിയലിന്. അത് അവർ നമുക്കൊരു റിസർച്ച് ഇത് വെച്ചിട്ട് നമുക്ക് നെറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ മെറ്റീരിയലാണ് ശരിക്കത്. അപ്പോൾ എക്സാമിന് അതൊന്നായിട്ട് വായിച്ച് പഠിക്കണമെന്നില്ല, പക്ഷെ വായിച്ചതനുസരിച്ച് വിവരം ഉണ്ടാകും. എന്നാലും എക്സാം ഓറിയൻറ്റഡ് സ്റ്റഡിക്ക് അതിൻ്റെ ഒന്നായിട്ട് ആവശ്യമില്ല. അപ്പോൾ ആരെങ്കിലും അത് നോക്കുന്നവർ ഏതെങ്കിലും ഭാഗം തിരിയാത്തതുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഭാഗം ഒന്ന് ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ അയച്ചാൽ ഞാൻ വിശദീകരിച്ച് തരുന്നുണ്ട്. നെക്സ്റ്റ് 4ാമത്തെ യൂണിറ്റ്.